എല്ലാരും ഫ്രഷ് ആയിട്ടിരുന്നേ. ഗുഡ് മോർണിംഗ് ഒന്നും വേണ്ടെന്നേ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാ ദിവസവും ഉണ്ടോ? ഗുഡ് മോർണിംഗ് ആണ് ഇനി. മോർണിംഗ് ആണ് ഇനി ഒരു 10% പേർക്ക് ഗുഡ് മോർണിംഗ് അല്ലാത്തേ ഉള്ളൂ. അതിപ്പോ ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ ആക്കും. സംശയിച്ചു ആടി തൂങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ആദ്യമേ ഞാനൊരു കുറച്ച് കാര്യം പറയാം. ഒന്ന്, ഈ ദിവ്യ ചൈതന്യം, സ്പിരിറ്റ്, ആത്മാവും തമ്മിലുള്ള ബന്ധം എന്താണ്? എപ്പോഴും നമുക്ക് അത് ഡൗട്ട് തോന്നാറുണ്ട്. സ്പിരിറ്റും സോളും, രണ്ട് വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്പിരിറ്റ്, സോൾ. പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. സ്പിരിറ്റ് തന്നെയാണ് സോള്, സോള് തന്നെയാണ് സ്പിരിറ്റ് എന്നുള്ള ഇങ്ങനെ ഒരു കൺഫ്യൂഷൻസ് ആളുകൾക്ക് എപ്പോഴും ഉണ്ടാവും. ആത്മാവ്, സോൾ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു വിളക്ക് ആണെന്നുണ്ടെങ്കിൽ ആ വിളക്കിനെ പ്രകാശിപ്പിക്കുന്ന ജ്വാലയാണ്, ആ പ്രകാശിപ്പിക്കുന്ന ജ്വാലയാണ് സ്പിരിറ്റ്. ദിവ്യാംശം എന്ന് വേണമെങ്കിൽ പറയാം മലയാളത്തില്. ദിവ്യാംശം, സ്പിരിറ്റിന്. ഹോളി സ്പിരിറ്റ് എന്ന് കേട്ടിട്ടില്ലേ? ഹോളി സ്പിരിറ്റിന്റെ അംശം, സ്പിരിറ്റ്, ദിവ്യാംശം. ഓരോ ആത്മാവിലും കുടികൊള്ളുന്നത് ദിവ്യാംശമാണ്, സ്പിരിറ്റാണ്. ദിവ്യ ചൈതന്യം എന്നും വേണം ഈ മലയാളത്തിൽ പറയാം. ദിവ്യ ചൈതന്യം. ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഓരോ ആത്മാവും പരമാത്മാവിന്റെ ഒരു തീപ്പൊരിയാണ്. ഒരു പൊരിയാണ്, തീപ്പൊരിയാണ്. ജീവാത്മാവ് എന്ന് പറയുന്നത് ശരീരത്തിനുള്ളിലുള്ള ആത്മാവാണ്. എന്നാൽ അത് ബ്രഹ്മത്തിന്റെ പ്രകാശം വഹിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ പറയുന്നു, അവനെ രൂപപ്പെടുത്തി അവന്റെ ആത്മാവിൽ നിന്നും അവനിലേക്ക് ഊതി. സൂറത്തുൽ ഹിജ്റിൽ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചതിന് ശേഷം ആത്മാവിൽ നിന്നും ഊതി. ബൈബിളിൽ ഇതുപോലെ തന്നെ പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 2:7 ദൈവം അവന്റെ ജീവശ്വാസം അവന്റെ മൂക്കിലേട്ട് ഊതി. മനുഷ്യൻ ജീവനുള്ള ആത്മാവായി മാറി. ആ വന്നതിനെയാണ് എല്ലാ മതങ്ങളിലും പറഞ്ഞിട്ടുള്ള ഇതിനെ തന്നെയാണ് ദിവ്യ ചൈതന്യം എന്ന് പറയുന്നത്. ദിവ്യ ചൈതന്യം. രണ്ടും, സ്പിരിറ്റും സോളും തമ്മിലുള്ള, എപ്പോഴും ഇത് കൺഫ്യൂഷൻ ആക്കാണ്ട് പലരും പല രീതിയിൽ ഇതിനെ എക്സ്പ്ലെയിനും ചെയ്യാറുണ്ട്. ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ണാടിയാണ്. അതിനുള്ളിലെ ദിവ്യ ചൈതന്യമാണ് വെളിച്ചം, ദിവ്യ ചൈതന്യം. നമ്മൾ ഒരിക്കലും ആത്മാവിനെ വേറിട്ട് കാണുന്നില്ല. നമ്മൾ ഇന്നലെ വരെ എങ്ങനെയായിരുന്നു എന്നുള്ളത് പ്രശ്നമല്ല. നമ്മൾ ഇന്നു മുതൽ ദൈവത്തെയും നമ്മളെയും വേറിട്ട് കാണുന്നില്ല. നമ്മൾ ആ ദൈവത്തിന്റെ കൈ പിടിച്ചിട്ടാണ് ഉള്ളത്. ആ ബലിഷ്ഠമായ കരങ്ങളിൽ, അല്ലെങ്കിൽ ആ കയറിൽ മുറുകെ പിടിച്ചാണ് നമ്മൾ നിൽക്കുന്നത്. സകലതും സമർപ്പിച്ച് നമ്മൾ മുറുകെ പിടിച്ച് നിൽക്കുകയാണ്. സകലതും സമർപ്പിച്ച്. നിങ്ങളുടെ ആത്മാവ് എന്ന് പറയുന്നത് സമുദ്രത്തിലെ ഒരു തുള്ളിയാണ്. ഒരു തുള്ളി. ചിലർ വന്നിട്ട് പറയും ഞാൻ ആ സമുദ്രമായി എന്ന് പറയും. അല്ലേ? ആ സമുദ്രം നിങ്ങൾക്കും ആകാൻ കഴിയും. നിങ്ങൾക്കെല്ലാവർക്കും ആകാൻ കഴിയും. എല്ലാവർക്കും. ഒരേ സമുദ്രത്തിൽ നിന്നാണ് എല്ലാ തുള്ളിയും രൂപപ്പെട്ടിട്ടുള്ളത്. എല്ലാ തുള്ളിയും. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. അതൊരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ്. ഉദ്ദേശത്തിന്.
ഈ സ്പിരിറ്റ് എന്ന് പറയുന്നത് ശാശ്വതമായ ഒരു സത്തയാണ്. അതാണ് ഞാൻ പറഞ്ഞത് അമരത്വം. അവിടെയാണ് നിങ്ങൾക്ക് അമൃത് ലഭിക്കുന്നത്. റൂഹ്, ആത്മൻ, ന്യൂമ, ഇബ്രുല, അങ്ങനെ പല പല പേരില് ഇതിനെ വിളിക്കുന്നു. പല പേരിൽ. സത്യത്തിൽ അതിന് ദൈവത്തെ നമ്മൾ പറയും പോലെയാണ്. പേരില്ല, രൂപമില്ല, ഭൂതമോ ഭാവിയോ ഒന്നുമില്ല. ഭൂതവും ഇല്ല, ഭാവിയില്ല, ഒന്നുമില്ല. അത് നിങ്ങളുടേതല്ല, എന്നാൽ നിങ്ങളുടേതാണ്. അത്ര പവറാണ് അതിന്. അത്ര പവറാണത്. പക്ഷെ നമ്മുടെ ആത്മാവ്, നമ്മുടെ കൂടെയുള്ള ആത്മാവ് ഈ നമ്മുടെ മനസ്സ് വഹിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഒരു ഹിസ്റ്ററി കൂടി വഹിക്കുന്നുണ്ട്. ഒരു ഹിസ്റ്ററി കൂടി വഹിക്കുന്നുണ്ട്. നമ്മൾ ഏതൊക്കെ കാലഘട്ടങ്ങൾ പിന്നിട്ടു, നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് എവിടെയായിരുന്നു, അത് എന്തെല്ലാം അറിഞ്ഞു, എന്തെല്ലാം അറിവുകൾ നേടി, എത്ര പവറായി, ഏത് തലത്തിലെത്തി, ഇപ്പോൾ ഏത് തലത്തിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെയും നിങ്ങളുടെ ആഗ്രഹത്തെയും നിങ്ങളുടെ മുറിവ്, നിങ്ങളുടെ മനസ്സിനെയും കൊണ്ടുള്ള യാത്രയാണ് ആത്മാവിന്റെ യാത്ര. ആ മനസ്സ് മൂടി പിടിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ആത്മാവിന് പ്രകാശിക്കാനുള്ള അവസരം കുറയുന്നത്. ആത്മാവ് എപ്പോഴും നല്ല ഓർമ്മയോട് കൂടിയിട്ടാണ് ജനിക്കുന്നത്, നല്ല ഓർമ്മയോട്ട്. പക്ഷെ ശരീരത്തിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ആ പഴയ ഓർമ്മ മരിക്കും, അത് മറന്നുപോകും. പക്ഷെ മറന്നു പോയാലും നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ത്വര, ഒരു തേട്ടം, ഒരു ആഗ്രഹം. അതുകൊണ്ടാണ് ലോകത്തിലെ ഒരു സാധനത്തിനും നിങ്ങളെ പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്താൻ കഴിയാത്തത്. കാരണം അതൊന്നുമല്ല നിങ്ങള്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തൃപ്തിയാവും. പിന്നെ പൈസയുടെ ഒന്നും അല്ല ആവശ്യം വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് പൈസ ആവശ്യം വേണോ? പൈസ വരും. നിങ്ങൾക്ക് ജോലി, മക്കൾക്ക് ജോലി വേണോ? ജോലി കിട്ടും. അതൊന്നും ഇവിടെ നിന്ന് കിട്ടുന്ന, എൻ്റെ നിന്ന് കിട്ടുന്ന ഓഫറല്ല. നിങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ യാത്രയുടെ ലക്ഷ്യം എന്ന് പറയുന്ന ഒരു യൂണിയനാണ്. ഒരുമിക്കൽ, ഐക്യം. എപ്പോഴാണ് ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത്? ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നിങ്ങൾ ശുദ്ധീകരിക്കണം. നിങ്ങളുടെ അഹങ്കാരത്തെ താഴ്ത്തണം, അടിച്ചു താഴ്ത്തണം. ആ അഹങ്കാരത്തെ അടിച്ചില്ലാതാക്കണം. എന്നിട്ട് മനസ്സിനെ ശൂന്യമാക്കാനും നിശബ്ദമാക്കാനും നിങ്ങൾ പഠിക്കണം. അങ്ങനെ ശൂന്യമായ ഒരു പാത്രമായി മാറുമ്പോൾ മാത്രമാണ് ആത്മാവിന് പ്രകാശിക്കാനുള്ള ഒരു ഇടം കടന്നു വരികയുള്ളൂ. അവിടെ മാത്രമാണ് നിങ്ങൾക്ക് ഫന സാധ്യമാവുള്ളൂ. അവിടെയാണ് നിങ്ങൾക്ക് വഹദത്തുൽ ഉജൂദ് സാധ്യം. അവിടെയാണ് നിങ്ങൾക്ക് മോക്ഷം സാധ്യമാവുള്ളൂ. അവിടെയാണ് നിങ്ങൾക്ക് തിയോസിസ്, ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ പുനഃസമാഗമം സാധ്യമാവുള്ളൂ. നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാണ് ശരി, എവിടെയാണെങ്കിലും ശരി. ഇന്ന് ഈ 61ാമത്തെ ദിവസം വളരെ പ്രത്യേകതയുള്ള ദിവസങ്ങളാണ് നമ്മുടെ ഓരോ പ്രോഗ്രാമുകളും നടക്കുന്നത്. ചാന്ദ്ര മാസപ്രകാരം ഇന്നലെയായിരുന്നു നമ്മുടെ അഡ്വാൻസ് സെഷൻ. ഇന്ന് 61ാമത്തെ ദിവസം, 1ാമത്തെ ദിവസം. അങ്ങനെ ഇതൊന്നും ആരും വെക്കുന്നതല്ല, ഇതൊന്നും നമ്മൾ ബോധപൂർവം വെക്കുന്നതല്ല. എല്ലാം അത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവില്ല. ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താണ്, ഞാൻ എവിടെയായിരുന്നു വന്നെത്തിയത്. ഇപ്പൊ ഞാൻ പറയുന്നതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ലോജിക്ക് സമ്മതിക്കൂല, അത് ഉൾക്കൊള്ളാം. ആർക്കൊക്കെ ആ ലോജിക്ക് ഇല്ലാതെ ഇരിക്കുന്നുണ്ടോ അവർക്കെല്ലാം മനസ്സിലാകുന്നുണ്ടാവും കൃത്യമായി. നിങ്ങളുടെ മനസ്സ്, ഞാൻ വീണ്ടും പറയുന്നു, വ്യക്തിത്വം, നിങ്ങളുടെ കഥ, നിങ്ങളുടെ വേദന, അതിനൊന്നും നിങ്ങൾ ആരാധിക്കരുത്. അതെല്ലാം ആത്മാവിന്റെ വസ്ത്രങ്ങൾ മാത്രമാണ്. ധരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ അഴിച്ചു കളയണം, ഡ്രസ്സൂരി കളയാനല്ല പറഞ്ഞത്. നിങ്ങളുടെ ആത്മാവിന് മുകളിൽ ധരിച്ചിട്ടുള്ള നിങ്ങളുടെ മനസ്സിന്റെ വസ്ത്രങ്ങൾ ഇതെല്ലാം എടുത്ത് കളയണം. എല്ലാം എടുത്ത് കളയണം. ആത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ അസ്തിത്വമാണ്, ദൈവാംശമാണ്.
അത് നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ആകാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ നേടാൻ ശ്രമിക്കുന്നതൊക്കെ നിങ്ങൾ നിർത്തും. നിങ്ങളുടെ മുന്നിൽ നിരവധി അവസരങ്ങൾ വരും. നിങ്ങൾക്ക് ആവശ്യമുള്ള അവസരം, ഇഷ്ടമുള്ള സമയത്ത്. ആ ആത്മാവ് നിങ്ങൾക്ക് എവിടെ കണ്ടെത്താൻ പറ്റും? ആത്മാവിനെ അറിഞ്ഞ, ദിവ്യനെ അറിഞ്ഞ ഒരാളുടെ സാന്നിധ്യത്തിൽ നിശബ്ദമായി പൂർണ്ണമായും സറണ്ടർ ചെയ്തിരിക്കുന്നതിലൂടെ മാത്രമേ കണ്ടെത്താൻ കഴിയൂ. അതിന് നിങ്ങൾക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നിങ്ങൾക്കും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ ലോകം മാറ്റാൻ അത് മതി. ഒരു നാട്ടില് ഈ പാത്രം ഉണ്ടാക്കുന്ന ഒരാള് ജീവിച്ചിരുന്നു. പാത്രം. അയാൾ ഈ പാത്രം ഉണ്ടാക്കിയിട്ട് അയാൾ പാത്രത്തോടൊക്കെ സംസാരിക്കും. പാത്രം കേൾക്കുന്ന പാത്രത്തെ മാത്രമേ അയാൾ സൂക്ഷിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അയാൾക്ക് ഈ പാത്രത്തിന്റെ ആത്മാവിനെ കുറിച്ച് അറിയാമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഒരിക്കൽ ഈ ആത്മാവിനെ കുറിച്ച് അന്വേഷിച്ച് നടക്കുന്ന, സ്വന്തം സത്വത്തെ കുറിച്ച് എല്ലാം നേടിയിട്ട് ഇനിയും ഒരു സമാധാനം ഇല്ലാത്തൊരു മനുഷ്യൻ അന്വേഷിച്ചു പോവാണ്. അങ്ങനെ പാത്രം ഉണ്ടാക്കുന്ന ആൾക്ക് ആത്മാവിനെ കുറിച്ച് അറിയാന്ന് പറഞ്ഞപ്പോ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഗുരു, ഈ ആത്മാവ് എന്താണ് എന്ന് എനിക്കൊന്ന് അറിയണം. ചിലർ പറയുന്നത് ഇത് ശാശ്വതമാണെന്ന്, ചിലർ പറയുന്നത് ഇത് ജനിക്കുന്നതാണ്, പിന്നീട് മരിച്ചു പോകുന്നു, ശരീരത്തോടൊപ്പം ഇല്ലാതാവുന്നു, ചിലർ പറയുന്നു അത് ദൈവാംശമാണെന്ന്, ചിലർ പറയുന്നത് മിഥ്യയാണെന്ന് പറയുന്നു. എന്താണ് ഈ ആത്മാവിന്റെ സത്യം? ഈ കളിമൺ പാത്രം നിർമ്മിക്കുന്ന മനുഷ്യൻ പുഞ്ചിരിച്ചുകൊണ്ട് അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അവന് മനോഹരമായ ഒരു കളിമണ്ണിന്റെ വിളക്ക് എടുത്തു നൽകി. എന്നിട്ട് പറഞ്ഞു, രാത്രിയാകുമ്പോൾ നീ ഈ വിളക്കൊന്ന് കത്തിച്ചു വെക്കുക. എന്നിട്ട് അതിന്റെ ജ്വാലയിൽ കുറച്ച് സമയം നോക്കിയിരിക്കുക. കുറച്ചു ദിവസം കഴിഞ്ഞ് വാ. അങ്ങനെ ഈ വിളക്ക് കത്തിച്ചു വെച്ച് അവനിങ്ങനെ നോക്കിയിരിക്കും. നിശബ്ദനായിരുന്നു കഴിഞ്ഞപ്പോ അവന്റെ ഉള്ളില് ഒരു സ്വർണ്ണത്തിളക്കം, ഒരു ഇരുട്ടിനെ മൃദുവാക്കുന്ന സ്ഥിരതയുള്ളതായ ഒരു പ്രകാശം അവന്റെ ഉള്ളിൽ ഇങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങി. കഥയാട്ടോ, നാളെ ആരും വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ടിരിക്കുക. അങ്ങനെ കുറെ ദിവസം ഇരുന്ന് കഴിഞ്ഞപ്പോ അവന് മനസ്സിലായി, നെഞ്ചിന്റെ ഉള്ളിൽ സ്വന്തമായിട്ടൊരു വിളക്കുണ്ട്, ഒരു പ്രകാശമുണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ അവൻ വിളക്ക് കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, ഓക്കെ, എന്റെ ഉള്ളിൽ ഇപ്പൊ കണ്ണടച്ചാൽ ഒരു പ്രകാശം വരുന്നുണ്ട്, ഇതൊക്കെ മനസ്സിലായി. പക്ഷെ ഇതിന് ഈ ആത്മാവുമായിട്ട് എന്താണ് ബന്ധം? അപ്പൊ ആ പാത്രം നിർമ്മിക്കുന്ന മനുഷ്യൻ ആ വിളക്ക് വാങ്ങിയിട്ട് ഒരൊറ്റ ഇറങ്ങി വെച്ചു. ആ വിളക്ക് പോയി, ആകെ പ്രശ്നമായി. അപ്പൊ അവനോട് കണ്ണിലേട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഇനി നീ ഒന്ന് കണ്ണടച്ച് നോക്ക്. ഉള്ളില് അപ്പോഴും ആ ജ്വാല പ്രകാശിക്കും. അപ്പൊ അവനോട് പറഞ്ഞു, ഇതുപോലെയാണ് നീ പാത്രം നശിച്ചു പോയാലും നിന്റെ ജ്വാല അത് പ്രകാശിച്ചു കൊണ്ടേയിരിക്കും. നീ കളിമണ്ണ് ഭൂമിയിൽ നിന്നാണ് വരുന്നത്, അത് ഉറവിടത്തിലേക്ക് മടങ്ങുന്നു. ജ്വാല അതിന്റെ ഉറവിടത്തിലേക്കും മടങ്ങും. രണ്ടും ചേർന്നതാണ് മനുഷ്യൻ. അതാണ് മനുഷ്യനെ ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്നത്. ശരീരമാകുന്ന ഭൂമിയും ആത്മാവാകുന്ന പ്രകാശവും. പ്രകാശം എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഒരു പ്രകാശത്തിലേക്ക് അതിനെ അടുക്കരുത്. പ്രകാശം എന്ന് പറയുന്നത് നമുക്കൊന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അതിനെല്ലാം അപ്പുറത്ത് എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിൽ വന്നിരുന്നിട്ടും പലർക്കും, അതായത് 100-ൽ 90 പേർക്കും ഇത് ഫീൽ ചെയ്തിട്ടും എനിക്ക് ഇതൊന്നും ഫീൽ ചെയ്യാത്തത് എന്താണ്
എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഇന്ന് നമ്മൾ അതിന് ഒരു പരിഹാരം പൂർണ്ണമായിട്ടും ഫീൽ ചെയ്യാത്തത്. നിങ്ങൾ ഞാൻ ഇന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഫീൽ ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ മാറ്റണം. അത് മാറ്റിയിട്ടല്ലാതെ ജീവിതത്തിൽ ഒരുത്തിനും ഇത് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് മാറ്റിയവർക്ക് മാത്രമേ ഇത് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഒന്നുകൂടി എല്ലാവരും ട്രെയിനേഴ്സ് എല്ലാം ഒന്നുകൂടെ ഒന്ന് മെസ്സേജ് ഇട്ടേ, പെട്ടെന്ന് എല്ലാവരോടും കയറാൻ പറ. ഒരു 10 മിനിറ്റും കൊണ്ട് നമ്മളിത് പറഞ്ഞു തരും. എല്ലാ ഗ്രൂപ്പുകളിലും മെസ്സേജ് ഇട്ടേ. ഇതിൽ കുറെ പേര് ഇരിക്കുന്നുണ്ടാവും. എനിക്ക് എന്താണ് ഇത്, എനിക്ക് എല്ലാരും പറയുന്ന പോലെ ഫീലിംഗ് കിട്ടാത്ത എന്താണ്, പറയുന്നത് പോലെ എനിക്ക് എന്തുകൊണ്ട് വരുന്നില്ല, അത്രയും ഫീലിംഗ് എനിക്ക് കിട്ടുന്നില്ലല്ലോ. പക്ഷെ എന്തൊക്കെയോ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ഇനിയിപ്പോ ഒരു ഫീലിംഗ് കിട്ടിയില്ലെങ്കിൽ, ഞാൻ പറഞ്ഞു, ഒരു ഫീലിംഗ് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും. ഓക്കെ, ഫീലിംഗ് കിട്ടുക എന്നുള്ളത് ഇതിന്റെ ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യമല്ല. മനസ്സിലാക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ലക്ഷ്യം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾ സറണ്ടർ ചെയ്യാൻ, ഈ സറണ്ടർ എന്ന വാക്കിനെ പലപ്പോഴും മനുഷ്യൻ തെറ്റിദ്ധരിക്കും. സറണ്ടർ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് നമ്മൾ പരാജയപ്പെടുവാണെന്നുള്ള തോന്നൽ വരും. മനുഷ്യൻ അങ്ങനെയാണല്ലോ. മനുഷ്യൻ എല്ലാ ചതിയും വഞ്ചനയും കണ്ട് ആണ് ജീവിക്കുന്നത്. എല്ലായിടത്തും ചതിയും വഞ്ചനയും, എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം. അല്ലെ? പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം. അങ്ങനെ ഓരോ ശ്രമങ്ങളാണ് അല്ലെ. അപ്പൊ മനുഷ്യൻ എന്ത് വിചാരിക്കും? എല്ലാത്തിനും ഒരു ചതിയും വഞ്ചനയും വിചാരിക്കും. അതുകൊണ്ട് തന്നെ ഈ സറണ്ടർ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരിക, കണ്ടോ എത്ര പേരുടെ മെസ്സേജ് വന്നേക്കണെന്ന് നോക്കി. നിയന്ത്രണം നഷ്ടപ്പെടുമോ? എന്റെ നിയന്ത്രണം നഷ്ടപ്പെടുമോ? ഒരു പരാജയമായി പോകുമോ? ഞാൻ നിഷ്ക്രിയയായി പോകുമോ? എല്ലാം സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒന്നും ചെയ്യാനാകാതെ നിഷ്ക്രിയമാക്കി പോകുമോ? ഇനി അതല്ല, എൻ്റെ മതം നഷ്ടപ്പെട്ടു പോകുമോ? ഇത്രയും മെയിൻ ആയിട്ടുള്ള ചിന്തകൾ ഇതാണ്. മെയിൻ ആയിട്ടുള്ള ചിന്ത ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കുക. സറണ്ടർ ചെയ്യാൻ പറ്റാതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഫീൽ ചെയ്യാൻ പറ്റില്ല പൂർണ്ണമായിട്ടും. സറണ്ടർ ചെയ്യാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പൂർണ്ണമായും ഫീൽ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് പൂർണ്ണമായും ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ പൂർണ്ണമായും സറണ്ടർ ചെയ്തേ പറ്റും. ഈ സമർപ്പണം എന്ന് പറയുന്നത് അത് വലിയ സംഭവമാണ്, ചെറിയ സംഭവമല്ല. അത് എളുപ്പമല്ല. പറയാൻ ഭയങ്കര എളുപ്പമാണ്. ഞാൻ എല്ലാം സമർപ്പിച്ചു, എല്ലാം ഞാൻ ഈശ്വരനിൽ അർപ്പിച്ചിരിക്കുകയാണ്. ഒരർപ്പിക്കലും ഇല്ല, ഒരു അർപ്പിതയില്ല, ഒന്നുമില്ല. അവിടെ ഒന്നും ചെയ്യുന്നില്ല. കള്ളം മാത്രമാണത്, കള്ളം മാത്രം. നുണയാണത്, പക്ക നുണയാണത്. നിങ്ങൾ നുണ പറയുക. പൂർണ്ണമായ സമർപ്പണം എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ടത് അത് കീഴടങ്ങൽ അല്ല, എല്ലാം ഉപേക്ഷിക്കുന്നതല്ല, മറിച്ച് എല്ലാം സ്വീകരിക്കാൻ കഴിവുള്ളതിലേക്ക് നമ്മൾ അർപ്പിക്കുകയാണ്. നിങ്ങൾ ഈശ്വര വിശ്വാസിയാണ്, നിങ്ങൾ ദൈവവിശ്വാസിയാണ്, നിങ്ങൾ ഭക്തനാണ് എന്നൊക്കെ പറയുമ്പോഴും നിങ്ങൾ ഭക്തനല്ല എന്നുള്ളതാണ് സത്യം. കാരണം കീഴടങ്ങിയാൽ എൻ്റെ കൺട്രോൾ നിങ്ങൾ ഈശ്വരനിൽ നിങ്ങളെ പങ്കു ചേർക്കുകയാണ്. നിങ്ങൾ ഈശ്വരനിൽ. ഞാൻ എന്താണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്? എന്നെ ആരും വിശ്വസിക്കണ്ട, എന്നെ ഒരുത്തനും വിശ്വസിക്കണ്ടെന്ന്. നിന്നിൽ വിശ്വസിക്കൂ നീ. എന്നെ ഒരുത്തനും വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരണ്ട. ഞാൻ ആര്? എന്നെ ഒരുത്തനും വിശ്വസിക്കണ്ടെന്ന്.
ഞാൻ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന എന്നെ വിശ്വസിക്കുക നിങ്ങൾക്ക് കിട്ടുന്ന, വേണ്ട, വിശ്വസിക്കണ്ട, എന്നെ വിശ്വസിക്കണ്ട, നിന്നെ വിശ്വസിക്കുക. നീ ആദ്യം, നീ ഒരു വിശ്വാസിയാണ് എന്നുണ്ടെങ്കിൽ, നീ ആണാകട്ടെ പെണ്ണാകട്ടെ, കുട്ടിയാകട്ടെ വലിയവനാകട്ടെ, നിന്നിൽ നീ വിശ്വസിക്കൂ, പൂർണ്ണമായിട്ടും നിന്നിൽ വിശ്വസിക്കൂ. നീ കീഴടങ്ങുമല്ല ചെയ്യുന്നത്, മറിച്ച് എല്ലാം സ്വീകരിക്കാൻ കഴിവുള്ള നിന്റെ ഈശ്വരനിലേക്ക് നീ സമർപ്പിക്കുകയാണ്. എല്ലാം കൊടുക്കുകയാണ് അവിടെ, എല്ലാം. നിന്റെ മുൻകാല പ്രശ്നങ്ങൾ, നിനക്കുണ്ടായ വിഷമം, സങ്കടം, ബുദ്ധിമുട്ട്, നിന്റെ അഹങ്കാരം, അസൂയ, കാപട്യം, നീ വലിയ അറിവ് നേടിയ, നീ ദൈവത്തിനേക്കാൾ അറിവുള്ള ആളാണോ? ആണെങ്കിൽ ഇവിടെ ഇരിക്കണ്ട, ഇറങ്ങിപ്പോ. ദൈവത്തിനേക്കാൾ അറിവുള്ള ആരെങ്കിലും ഒരാൾ ഇതിനകത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇരിക്കണ്ട. നിന്റെ ഈശ്വരനേക്കാൾ അറിവുള്ള ഒരുത്തൻ ഇതിലുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ട, എനിക്കിവിടെ ആവശ്യമില്ല, അവർക്ക് വേറെ ഏതെങ്കിലും കോഴ്സിൽ പോയി പഠിക്കും. ഇത് പവിത്രമായ ഒരു സ്ഥലമാണ്. ഇവിടെ നിങ്ങൾ ഇരിക്കുമ്പോൾ ഈശ്വരനാണ്, ദൈവമാണ്, സൃഷ്ടാവാണ്, അള്ളാഹുവാണ്. നിങ്ങൾ ആര്, നിങ്ങളുടെ ഏത് ഇതിലാണോ നിങ്ങൾ, ആ ഈശ്വരനാണ് എല്ലാം. ഞാൻ എല്ലാം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നാൽ മതി. അല്ലാത്തവൻ വേണ്ട ഇവിടെ. അല്ലാത്തവൻ ഇവിടെ, അതിന് വേറെ കോഴ്സുകൾ കാണും. ഇത് നിങ്ങൾക്ക് ശാശ്വതമായ വിജയം നേടിത്തരാനുള്ള കോഴ്സാണ്. അല്ലാതെ എന്തെങ്കിലും ഗിമ്മിക്ക് കാണിച്ചിട്ട് കുറച്ച് ദിവസം അത് പറ്റൂല. അത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. ഇത് നിങ്ങളുടെ ലാസ്റ്റ് സ്റ്റോപ്പാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അവിടെ എവിടെയും പോയി ലക്ഷക്കണക്കിന് രൂപയും കൊടുത്ത്, 10,000 രൂപ കൊടുത്ത് എത്ര പേരുണ്ടാവും ഇതിനകത്ത്? കോവിഡിന് ശേഷമാണ് ഈ ഓൺലൈൻ കോഴ്സുകൾ ഇത്ര വ്യാപകമായത്. എത്രയോ രൂപ പല കോഴ്സുകൾക്ക്, 199, 99, 1000, 2000, 10,000, 20,000, 30,000, എന്തിനാ 1 ലക്ഷം 2 ലക്ഷം വരെയൊക്കെ കൊടുത്ത് കോഴ്സ് പഠിച്ച ആൾക്കാർ. എന്നിട്ട് എന്ത്? നിങ്ങൾ സറണ്ടർ ചെയ്യുക. നിങ്ങൾ കുറവാകരുതല്ല അവിടെ. നിങ്ങൾ കുറവാവുമോ, നിങ്ങൾ ചെറുവാവുമല്ല ചെയ്യുന്നത്, മറിച്ച് നിങ്ങളല്ലാത്തത് നിങ്ങൾ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളവിടെ നിങ്ങൾ സറണ്ടർ ചെയ്യുമ്പോൾ, സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ചെറുതാവുമല്ല, നിങ്ങൾ വലുതാവുകയാണ്. കാരണം നിങ്ങൾ ആ ആത്മാവ് എന്ന് പറയുന്നത് കണ്ടോ, 15,000 കൊടുത്തു പോയത് കണ്ടോ, മെസ്സേജ് തന്നെ ഉണ്ടോ? ശാശ്വതമായ വിജയം നിങ്ങൾക്ക് സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും പോലെ കത്തണം. നിങ്ങൾ സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും പോലെ കത്തണം. അത്ര ഫാസ്റ്റ് ആയിരിക്കണം നിങ്ങളുടെ വിജയവും തീരുമാനവും എല്ലാം. അങ്ങനെ ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെറുതാവുമല്ല സറണ്ടർ ചെയ്യുമ്പോൾ, മറിച്ച് നിങ്ങളല്ലാത്തത്, നിങ്ങളൊരു വലിയ സംഭവമാണ്. നിങ്ങളല്ലാത്ത കുറെ സാധനം നിങ്ങൾ മോളിൽ കയറ്റി വെച്ചിട്ട് നിങ്ങൾ ചെറുതാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതെല്ലാം ഉപേക്ഷിക്കാനാണ് പറയുന്നത്. അതെല്ലാം. പക്ഷെ നിങ്ങൾക്ക് വിടാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ അത് അനുഭവിക്കാൻ ശ്രമിക്കുകയാണ്, നിങ്ങൾ ഫീൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ ആ വിഷമങ്ങൾ, സങ്കടങ്ങൾ, ജീവിതത്തിലുണ്ടായ ബുദ്ധിമുട്ടുകൾ, ചെറുപ്പത്തിലുണ്ടായ കഷ്ടപ്പാടുകൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം നിങ്ങൾ ഫീൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇപ്പോഴും നിങ്ങളുടെ സോൾ വിടുന്നില്ല. നിങ്ങളുടെ സോൾ വിടാൻ റെഡിയാണ്, പക്ഷെ നിങ്ങളുടെ മനസ്സ് വിടുന്നില്ല. അത് ഫീൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ ഒരു അനുഭവമാണ് എൻ്റെ ജീവിതം. ഞാൻ അനുഭവിച്ചു പോയി. ഞാൻ ചെറുപ്പത്തിൽ എന്തോ ഒരു ദുഃഖം എനിക്ക് ഉണ്ടായിപ്പോയി, എന്തോ ഒരു ദുരിതം എനിക്ക് ഉണ്ടായിപ്പോയി. ഏതാണ് എൻ്റെ ലോകം എന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സ് അവിടെ കുടുങ്ങി കിടക്കുകയാണ്. നമ്മുടെ പ്രതീക്ഷയോടെ കുറെ പ്രാർത്ഥിച്ചാൽ മാറുമെന്ന് വിചാരിക്കുകയാണ്. ഒന്നും മാറൂല. യഥാർത്ഥ കീഴടങ്ങൽ എന്നാൽ പ്രതീക്ഷയുടെ അവസാനമാണ്. ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. യഥാർത്ഥ കീഴടങ്ങൽ ശ്രദ്ധിച്ച് മനസ്സിലായിക്കൊള്ളണം. ഇനി പൈസ ഒന്നും ചെലവാക്കേണ്ടി വരൂല. യഥാർത്ഥ കീഴടങ്ങൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷയുടെ അവസാനമാണ്. ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. അപ്പൊ ഒന്നാമത്തെ കാരണം കീഴടങ്ങിയെ കുറിച്ചുള്ള തെറ്റായ ധാരണ. ഒന്ന് പരാജയമാണെന്നുള്ള തോന്നൽ, നിഷ്ക്രിയമായി പോകുന്നുള്ള തോന്നൽ, എന്തെങ്കിലും മതത്തിൽ നിന്ന് നഷ്ടപ്പെടും. ഞാൻ ആരെങ്കിലും നിങ്ങളോട് പള്ളി പോണ്ടെന്ന് പറഞ്ഞു? ഇവിടെ അതൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. നിസ്കരിക്കണ്ട, പള്ളി പോണ്ട, നീ ഇങ്ങനെ ഇരുന്നാ മതി എന്നൊക്കെ. ഇതൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഞാൻ അമ്പലത്തിൽ പോകണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞു? കുർബാനയ്ക്ക് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞോ? ഞാനൊന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. എന്നിട്ട് നിങ്ങൾ വിശ്വസിക്കാത്തത് എന്തേ? എന്നിട്ടും നിങ്ങളുടെ ഉള്ളിൽ ആരെങ്കിലൊക്കെ ഉള്ളിൽ, എനിക്കറിയാവുന്ന നിങ്ങളുടെ ഉള്ളിലുള്ളത് പല സംശയങ്ങളും എനിക്കറിയാവുന്ന. നിങ്ങൾ എന്നോട് പറയൊന്നും വേണ്ട, എന്നോട് പറയണ്ട. ആരൊക്കെ പൂർണ്ണമായും സമർപ്പിച്ചിരിക്കുന്നുണ്ട്, ആരുടെയൊക്കെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ എനിക്കറിയാം.
എനിക്കറിയാൻ പാടില്ല പിന്നെ ഞാൻ എങ്ങനെ ഈ പരിപാടി നടത്തുന്ന ഇത്ര ആളെയും വെച്ച്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് ഈ വിഷയം പറഞ്ഞത്. നിങ്ങൾ അതെല്ലാം വിട്. ഞാൻ ഏതെങ്കിലും മതത്തിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞോ? നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് മാറാൻ പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ലല്ലോ. ഒന്നും പറഞ്ഞില്ലല്ലോ. ഇത്രയും നാൾ കഷ്ടപ്പെട്ടില്ലേ, ബുദ്ധിമുട്ടിയില്ലേ, കരഞ്ഞില്ലേ, പലതും ചെയ്തില്ലേ? ഇനിയെങ്കിലും നിങ്ങൾ പൂർണ്ണമായ ഒരു സമർപ്പണം. രണ്ടാമത്തെ കാരണം, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ കാരണം അമിതമായ ഉള്ളിലെ ശബ്ദമാണ്. ശബ്ദം ചിലരുടെ മനസ്സ് കറങ്ങുന്ന ഒരു ഫാൻ പോലെയാണ് കറങ്ങുന്നത്. സ്വിച്ച് ഇടും പോലെ തന്നെ അത് നിർത്താനും പറ്റും. സ്വിച്ച് ഇടുമ്പോൾ യഥാർത്ഥ സൈലന്റിലേക്ക് പോയി കഴിഞ്ഞാൽ ആ മനസ്സ് മാറും. ഉള്ളില് ശബ്ദമാണ്. എന്തുകൊണ്ടാണ് എനിക്ക് എന്തെങ്കിലും തോന്നാത്തത്? ഞാൻ ഇത്ര നേരം കണ്ണടച്ചിരുന്നിട്ട് എനിക്കൊരു ഫീലിംഗും വരുന്നില്ലല്ലോ. അതൊക്കെ ആയിരിക്കും ചിലരുടെ തോന്നല്. കണ്ണടച്ചിരിക്കുന്നത് എന്തിനാണ്? ഇത് ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടോ? ഈ പുള്ളി പറ്റിക്കാനിരിക്കണയാണോ? അങ്ങനെയൊക്കെ ചിന്തിക്കാമോ? ഞാൻ ഉള്ളു തുറന്നല്ലേ നിങ്ങളെ കാണിച്ചു തന്നത്. എന്നിട്ട് നിങ്ങൾ ചെമ്പരത്തി പൂവാന്ന് പറയുവാണോ? ഒരിക്കലും പറയരുത്. ഇങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടില്ല. എത്രയോ കോടാനുകോടി മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് നിങ്ങൾ. ഇത് ശരിയായിട്ടാണോ ഞാൻ ചെയ്യണത്? അത് ഞാനല്ല, നിങ്ങൾ ചെയ്യണത് എന്ന തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ഇത് ശരിക്കും ആണോ? ഞാൻ ചെയ്തതല്ല ശരിയായോ? സുരേഷ് സാറിനാണ് ഏറ്റവും സംശയം. ചെയ്യണതൊക്കെ ശരിയാവുണ്ടോ? ചെയ്യണതൊക്കെ ശരിയാവുണ്ടോ? ഇത് ഏക്കണ്ടോ? എല്ലാം സറണ്ടർ ചെയ്തോ? എനിക്ക് മാത്രം എന്തേ ഒന്നും തോന്നാത്തത്? ബാക്കി എല്ലാവർക്കും തോന്നണ്ടല്ലോ. ഇതെല്ലാം 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 ഞാൻ ഒരാളുടെ കാര്യമല്ല പറഞ്ഞത്, ഞാൻ എല്ലാവർക്കും കൂടിയിട്ടാ പറഞ്ഞത്. ഓക്കെ, ഇതിന്റെ പല തോന്നലുകളാണ്, ഇതുമായി ബന്ധപ്പെട്ട പല തോന്നലുകൾ. നിങ്ങളൊരു മുറിയിലാണ്, നിങ്ങളൊരു ഫീൽഡിന്റെ ഉള്ളിലാണ്, ഒരു ഓറയ്ക്കുള്ളിലാണ്. പക്ഷെ നിങ്ങളുടെ ശരീരം നിശ്ചലമാണ്. പക്ഷെ നിങ്ങളുടെ ആന്തരിക ശ്രദ്ധ, ഫോക്കസ്, ഇന്നർ ഫോക്കസ്, അത് സംശയവും ശബ്ദയാനവുമാണ്. നിങ്ങൾ ചുമ്മാ മിണ്ടാതിരിക്കുന്നുണ്ട്, സൈലന്റ് ആണ്, ഒക്കെ ശരിയാണ്. പക്ഷെ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ചില സംശയങ്ങൾ, എന്തുകൊണ്ട് ഫീൽ ചെയ്യുന്നില്ല, എന്തിനോ വേണ്ടി ശ്രമിക്കുന്നു, എന്തോ ഇത് ചെയ്യുന്നു, എന്തോ പ്രതിരോധിക്കുന്നു, എവിടെയോ പ്രതിരോധം വരുന്നു. ഏതൊരു സംശയവും പ്രതിരോധമാണ്. ഏതൊരു ശബ്ദവും പ്രതിരോധമാണ്. എന്തുകൊണ്ടാണ് തോന്നാത്തത്? എന്തേ തോന്നാത്തത്? എന്തേ ഇങ്ങനെ വന്നത്? ഇത് പ്രവർത്തിക്കുന്നത് ശരിക്കും വർക്ക് ചെയ്യുമോ? ഞാൻ ശരിയായിട്ടാണോ ചെയ്യണതെന്ന് വിചാരിച്ചാൽ പോലും അതൊരു സംശയമാണ്. ഞാനിത് ശരിക്കും ചെയ്യണ്ടോ? അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്നും വിചാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞു ഇതിനെക്കുറിച്ച്. ഇത് മെഡിറ്റേഷൻ ആണോ? ഇത് യോഗയാണോ? ഇത് വേറെ എന്തെങ്കിലും സാധനമാണോ? ഇത് അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പാടില്ലെന്ന് മനസ്സിലാവണ്ടോ? കൃത്യമായി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. മൂന്നാമത്തെ കാരണം വൈകാരികമായ തടസ്സങ്ങളാണ്. വൈകാരികമായ തടസ്സങ്ങൾ, ജീവിതത്തിലെ അമിതമായ ഏതെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടുള്ള ദുഃഖം, ഇല്ലെങ്കിൽ ലജ്ജ, നാണം. ഇവരെന്ത് വിചാരിക്കും? എനിക്കിങ്ങനെ തോന്നിയ ഞാൻ കഴിവില്ലാത്തവനായി. നിങ്ങളുടെ കഴിവ് ഭയങ്കരമായിട്ട് വർദ്ധിക്കുകയാണ്. ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. അത് മനസ്സിലാക്കാത്ത പൊട്ടന്മാരാണ് വിചാരിക്കുന്നത്, ഓ എനിക്ക് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ എന്റെ മനസ്സ് വിട്ടു പോവോ, ഞാൻ ചെറുതായി പോവോ. അത് വെറും പൊട്ടന്മാരുടെ തോന്നലാണ്. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ദുഃഖം, ലജ്ജ, അവഗണന. ചിലര് ബോധപൂർവമായിരിക്കില്ല, അവരുടെ ഉപബോധ മനസ്സിൽ നിന്നും ഈ നിശബ്ദതയെ ചെറുക്കും. കാരണം എന്താ? പഴയ വേദന, പണ്ടുണ്ടായ എന്തെങ്കിലും ബുദ്ധിമുട്ട്, അതൊക്കെ ഉയർന്നു വരുമെന്ന് അവർ പേടിക്കുകയാണ്. ഒന്നും ഉണ്ടാവൂല. എല്ലാം പുറത്തേട്ട് പോവാണ് ചെയ്യുന്നത്. എല്ലാം നിങ്ങളുടെ ശരീരത്തിൽ നിന്നും, മനസ്സിൽ നിന്നും, ആത്മാവിൽ നിന്നും പുറത്തു പോവാണ്. അപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അത് തോല എന്ന് തോന്നൽ നോക്കിക്കഴിഞ്ഞാൽ അതിനെ അതിജീവിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ മസിൽ പിടിച്ചുകൊണ്ടിരിക്കും. ബിക്കോസ് നിങ്ങളെയോ ഈ പ്രപഞ്ചത്തെയോ ഈ പ്രപഞ്ച സൃഷ്ടാവിനെയോ ഒരു തരി പോലും വിശ്വസിക്കുന്നില്ല ഇതുവരെ.
നിങ്ങളുടെ ഹൃദയത്തിന്റെ കവാടങ്ങൾ നിങ്ങൾ ബലമായി പിടിച്ച് അടച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ബലമായി ആത്മാവിനെ അതിനകത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ്. നിങ്ങൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. നിങ്ങൾ തുറന്നാലേ നിങ്ങളിലേക്ക് കൃപ വരുള്ളൂ. തുറന്നാലേ നിങ്ങളിലേക്ക് ഡിവൈനിറ്റി വരുള്ളൂ. അകത്തേട്ട് കടത്തി വിടാതെ എങ്ങനെ ചെയ്യും? അകത്തേട്ട് കടത്തി വിടണം. അതാണ് വൈകാരികമായ തടസ്സങ്ങൾ, ഇമോഷണൽ ബ്ലോക്കേജസ്. ചെറുപ്പത്തിൽ സംഭവിച്ച ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ചെയ്തു പോയ എന്തെങ്കിലും തെറ്റിന്റെ പശ്ചാത്താപോ എന്തെങ്കിലുമൊക്കെയോ നിങ്ങൾ ഭയപ്പെടുന്നു, എന്തിനേക്കോ ഭയപ്പെടുന്നു, എന്തിനേക്കോ. ഇതെല്ലാം കളയാണ്. ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യാണ്, പ്യൂരിഫൈ ചെയ്ത് പുറത്ത് കളയാണ്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഫ്രീ ആയിട്ടിരിക്കുക, അതുപോലെ ഫ്രീ ആയിട്ടിരിക്കുക. എന്നെ വിശ്വസിക്കാനല്ല ഞാൻ പറയുന്നത്. തെറ്റിദ്ധരിക്കരുത്. പിന്നെ നാലാമത്തത്, അതും പലർക്കും പ്രശ്നം ഉണ്ടാവും, അമിതമായ ഉത്തേജനം. ഒരുപാട് ഇങ്ങനത്തെ ഈ വീഡിയോസ് ഇതൊക്കെ എടുത്ത് TV അല്ലെങ്കിൽ ഫോണിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ എടുത്ത് കാണുക. നിരന്തരമായിട്ട് ആകെ കൺഫ്യൂഷൻ ആവും മനസ്സ്. അവിടെ നിഷേധാത്മക ക്രിയേറ്റ് ചെയ്യും, നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യും. ആരെങ്കിലും കുറ്റം നിങ്ങൾ പറയാറുണ്ടെങ്കിൽ ഇത് അനുഭവിക്കാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതൊക്കെ നിങ്ങൾ നിർത്തണം. ഗോസിപ്പ് അമിതമായിട്ട് പറയാൻ പാടില്ല. നിങ്ങൾ ഇനി ആലോചിക്കണം, എൻ്റെ തലം മാറി, അതുകൊണ്ട് ഞാൻ ഇനി ആരുടെ കുറ്റം പറയൂല. ആര് വേണമെങ്കിലും കുറ്റങ്ങൾ പറഞ്ഞോട്ടെ, ഞാൻ പറയുന്നില്ല എന്ന് തീരുമാനം എടുക്കണം. നിങ്ങൾ ഗോസിപ്പ് പറയാൻ പാടില്ല. ഉള്ള സാധനങ്ങളെല്ലാം കണ്ടിട്ട് അതാണ് ഇത് അല്ലെങ്കിൽ ഇതാണ് അത് എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ, അവിടെയാണ് നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇന്ന് ആദില ചോദിച്ചില്ലേ, നിങ്ങളോട് ആരെങ്കിലും നെഗറ്റീവ് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നാറുണ്ട്. നിങ്ങൾ ആരുടെയെങ്കിലും നെഗറ്റീവ് പറയാറുണ്ടോ? ചിന്തിക്കണം നിങ്ങൾ. ഒരിക്കലും പറയരുത്. പിന്നെ കൃത്യമായി ആരോഗ്യം കീപ്പ് ചെയ്യണം. ഈ ആരോഗ്യം വലിയൊരു പ്രശ്നമാണ്. അത് ശരീരത്തിന്റെ വേദനയോ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള എന്തെങ്കിലും അസുഖങ്ങളോ അല്ല. കൃത്യമായ ഭക്ഷണം, കൃത്യമായ സമയത്തുള്ള ഉറക്കം വന്നില്ലെങ്കിലും നിങ്ങൾ കൃത്യസമയത്ത് കിടന്നു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിൽ നിങ്ങൾ ഒരു 21 days ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം കിട്ടും. മാസത്തിൽ 27 ദിവസം നിങ്ങൾക്ക് ഉറക്കം കിട്ടും. 3 ദിവസം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ബാക്കി 27 ദിവസവും സുഖമായിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റും. ചിലർക്ക് 30 ദിവസവും 31 ദിവസവും ഉറങ്ങാൻ പറ്റും. ഇപ്പൊ തന്നെ ഉറങ്ങിക്കോളാൻ പറഞ്ഞാൽ ഉറങ്ങുന്ന ആൾക്കാരുണ്ടാവും. നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കളയും അല്ലേ? നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കളയും. അപ്പോ കൃത്യമായ ഉറക്കം, ശരീരം, നല്ല കൃത്യമായിട്ട് ഭക്ഷണം, കുറച്ച് കഴിച്ചാൽ മതി. 80% വയറ് നിറച്ചാൽ മതി. ഉള്ളു നിറയ്ക്കരുത്. ഒരാഴ്ച നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒറ്റൊരാഴ്ച നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകുന്ന ഞാൻ കാണിച്ചു തരാം. ഒറ്റൊരാഴ്ച ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിട്ടിരിക്കുക. നിങ്ങളിവിടെ എല്ലാം വിട്. യഥാർത്ഥ നിങ്ങളായിട്ട് വാ. നിങ്ങളുടെ സോളായിട്ട്, ആത്മാവായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ആത്മാവായിട്ട് വാ. ശരീരവുമായിട്ടും മനസ്സുമായിട്ടും ഇവിടെ വന്നിരിക്കില്ലേ. കൃത്യമായ ഭക്ഷണം. കാരണം നിങ്ങൾ എത്ര കീഴടങ്ങാൻ, നിങ്ങൾ എത്ര സമർപ്പിക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ ശരീരത്തിന്റെ മേഖലയും പെർഫെക്റ്റ് ആയിരിക്കണം. നിങ്ങളുടെ അസുഖങ്ങൾ വേറെ വലിയ കുറെ രോഗങ്ങളുള്ള ആളാണെങ്കിൽ അതൊന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ എപ്പോഴും കൃത്യമായ ഭക്ഷണ രീതിയും ഒക്കെ വച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുക. ലളിതമായിട്ട് ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ എളുപ്പമല്ല എന്നാണ്. ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്നെ വിശ്വസിക്കണ്ട. നിങ്ങൾ വെറുതെ ഇരിക്കും. നിങ്ങളൊന്നും ഫീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണ്ട. ജസ്റ്റ് ലീവ് ഇറ്റ്. വെറുതെ ഒന്ന് ഇരുന്നാൽ മതി. ഒന്നും ഫീൽ ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, ഞാൻ ഇന്ന് ഈ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളണം. നിങ്ങൾ എന്നെ വിശ്വസിക്കണ്ട. വെറുതെ നിങ്ങളൊന്ന് ഇരുന്നാൽ മതി. ഈ 10, 12, 13 മിനിറ്റ് നിങ്ങളൊന്ന് വെറുതെ ഇരുന്നാൽ മതി. ആ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഹൃദയത്തിലൊന്ന് നിങ്ങൾ പറ. അതെ, ഇപ്പൊ നമ്മൾ ഇരിക്കാൻ പോവാണ്. ഇപ്പൊ തന്നെ നിങ്ങൾ ഹൃദയത്തിലൊന്ന് പറ, ഞാൻ എല്ലാ ശ്രമവും ഉപേക്ഷിക്കുകയാണ്. എല്ലാ ശ്രമവും ഈ നിമിഷത്തിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു.
ഞാൻ ചെറുതാവാനല്ല, ഞാൻ എന്താണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. എന്താണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി. നിങ്ങൾ സമർപ്പിക്കുന്നു, കീഴടങ്ങുക, സറണ്ടർ ചെയ്യുക എന്നുള്ള വാക്ക് നിങ്ങൾ മാറ്റിക്കോ. അത് നിങ്ങൾക്ക് അവ്യക്തമാണെങ്കിൽ. എന്നെ എന്നെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് മനസ്സിലൊന്ന് കരുതി. നിങ്ങൾ എന്നെ സമർപ്പിക്കുന്നു. എല്ലാ നിയന്ത്രണവും വിട്. നിങ്ങൾ എല്ലാ നിയന്ത്രണവും വിട്. സംശയങ്ങൾ മാറ്റിവെക്ക്. നിങ്ങളുടെ ഒരു മതത്തിൽ നിന്നും ഒരു സ്ഥലത്തു നിന്നും നിങ്ങളുടെ നിസ്കാരത്തിൽ നിന്നും നിങ്ങളുടെ കുർബാനയിൽ നിന്നും നിങ്ങളുടെ പൂജയിൽ നിന്നും അമ്പലത്തിൽ നിന്നും ഒന്നും ഒഴിവാവാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ മതം ഉപേക്ഷിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് മതത്തിന് തടസ്സമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കല്ലേ. അത് വിട്ടുകളാ. നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ വിശ്രമിക്കുക. നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ ശ്രമിക്കല്ലേ. ഒന്നിനും വേണ്ടി ശ്രമിക്കല്ലേ. നിങ്ങളുടെ ആത്മാവിൽ ഒന്ന് ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഈശ്വരനിൽ. നിങ്ങൾ പറയുന്നു എല്ലാവരും വിശ്വാസിയാണെന്ന് പറയുന്നു. ആ വിശ്വാസിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളിൽ തന്നെ നിങ്ങളൊന്ന് ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ വിശ്വാസിയാണ് എന്ന് പറയുന്ന ആ വിശ്വാസത്തിൽ നിങ്ങളൊന്ന് ട്രസ്റ്റ് ചെയ്തിട്ടിരിക്കുക. ട്രസ്റ്റ് ചെയ്ത് ഒരിക്കലും നിങ്ങൾ ഒന്നിനും വേണ്ടി ശ്രമിക്കല്ലേ. എല്ലാവരും ഒരു 3 ശ്വാസം ഒന്ന് എടുത്ത് വിട്ടേ. ഉള്ളിലോട്ട് ഇൻഹെയിൽ, എക്സെയിൽ. ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ ഒരു പുതിയ ജീവനെ സ്വാഗതം ചെയ്യുന്നതായിട്ടൊന്ന് ഉള്ളിലോട്ട് സങ്കല്പിക്കുക. ഉള്ളിലുള്ളതെല്ലാം, ആവശ്യമില്ലാത്തതെല്ലാം എല്ലാം ശ്വാസം വിടുമ്പോൾ പുറത്തേട്ട് പോകുന്നതായിട്ട് ഇരിക്കുക. ഒരു 3 ശ്വാസം ഒന്ന് വലിച്ചു വിട്ടേ. 3 ശ്വാസം. ഓക്കെ. ഒരത്ഭുതത്തിനും വേണ്ടി പ്രതീക്ഷിക്കേണ്ട. ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക എന്നതാണ് ഇതിന്റെ രഹസ്യം. ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക എന്നാണ് ഇതിന്റെ രഹസ്യം. ഓക്കെ. ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. ലെറ്റ്സ് ഗെറ്റ് റെഡി. ഓക്കെ. ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക കേട്ടോ. ഒന്നും വരുമെന്നോ ഒന്നും കേൾക്കാനോ ഒന്നും പ്രതീക്ഷിക്കേണ്ട, ഒന്നും പ്രാർത്ഥിക്കേണ്ട, ഒന്നും ചെയ്യണ്ട. ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഏറ്റവും നല്ല എഫക്റ്റ് തരാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ നിമിഷത്തിൽ വിശ്വസിക്കുക. ഈ നിമിഷത്തിൽ എല്ലാം സറണ്ടർ ചെയ്യുക. എല്ലാം സമർപ്പിക്കുക. സറണ്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. നിങ്ങൾ ചെറുതാവുമല്ല അവിടെ. നിങ്ങൾ വലുതാവുക. എല്ലാം വിട്. എല്ലാ സംശയങ്ങളും വിട്. ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ. എനിക്ക് എന്തെങ്കിലും കിട്ടുമോ, എനിക്കിത് ഫീൽ ചെയ്യോ, ഞാനിത് ശരിക്കുമാണോ ചെയ്യണേ, അതെല്ലാം വിട്ടുകളാം. എല്ലാം വിട്. എല്ലാം നിങ്ങളുടെ ഈശ്വരനിലേക്ക്, സൃഷ്ടാവിലേക്ക് നിങ്ങൾ സമർപ്പിക്കുക. നിങ്ങൾ സമർപ്പിച്ചിട്ടിരിക്കുക. ഓക്കെ. മനസ്സിലൊന്ന് കരുതുക. എല്ലാം ഞാൻ വിടുകയാണ്. ഇന്നു മുതൽ എല്ലാം ഞാൻ വിടുകയാണ്. ഈ നിമിഷം എല്ലാം ഞാൻ വിടുകയാണ്.